നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ബോംബിംഗ് അതിന് ലോക പ്രാധാന്യമുണ്ട്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം വന്നിരിക്കുന്നത് ഈ അടുത്ത സമയത്ത് റഷ്യയുടെ അടുത്ത പാർട്ട്ണറായ ബെലാറസ്, ആ രാജ്യത്ത് നിന്നാണ് റഷ്യ കൂടാതെ തന്നെ അവിടെ നിന്നും ഇറാൻ നിർമ്മിതമായ ഡ്രോൺസും ഷഹീദ് എന്ന് പറഞ്ഞ ലോങ് റേഞ്ച് മിസൈൽസും ഉക്രൈനെതിരെ റഷ്യ ഉപയോഗിക്കുന്നത്. ഇത് റഷ്യയിൽ നിന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഇവിടുന്ന് ഉപയോഗിക്കുന്നുണ്ട് ഉക്രൈനെതിരെ. റഷ്യയുടെ ഏകദേശം 20,000-ഓളം സൈനികർ ബെലാറസിലെ ക്യാമ്പുണ്ട്. കുറച്ച് പേര് തിരിച്ചു വന്നു എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് വലിയൊരു സജ്ജീകരണമൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇറാനിയൻ വെപ്പൺസ് ആണ് ഉക്രൈനെതിരെ. ഇപ്പം അടുത്ത സമയത്തുണ്ടായ സംഭവം എന്ന് പറയുന്നത് അത് ഗ്ലോബൽ മീഡിയ അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ. അതിൻ്റെ കാരണം അവിടെ നിന്നും തൊടുത്തുവിട്ട ഡ്രോൺസും അതേപോലെ തന്നെ മിസൈൽസും ഇത് പോളണ്ടിൽ വന്ന് വീണു. ഏകദേശം 3-4 പോളണ്ടിൽ വീണു. പക്ഷെ ആൾക്കാരൊന്നും മരിച്ചില്ല, ആളുകളില്ലാത്ത സ്ഥലത്താണ് വീണത്. അപ്പം അതിനെ തുടർന്ന് അതിനെ ഹിറ്റ് ചെയ്യാൻ പോളണ്ടിൻ്റെ എയർക്രാഫ്റ്റുകൾ, അതായത് F-16, ജർമ്മനിയുടെ F-35, ഡച്ചിൻ്റെ F-35, ഇറ്റാലിയനായിട്ടുള്ള ഇമേജ് വെച്ചുള്ള, അതായത് സാറ്റലൈറ്റ് ഇമേജും മറ്റു സംഭവം പാട്രിയോട്ടിക് മിസൈലും സംഭവങ്ങളും എല്ലാം ഇതിനകത്ത് ഉപയോഗിച്ചു. കാരണം പോളണ്ട് നാറ്റോ രാജ്യമാണ്. അമേരിക്കയുടെ ഏകദേശം 10,000-ൽ പരം അമേരിക്കൻ പട്ടാളക്കാർ പോളണ്ടിലുണ്ട്. ഈ വാറുമായി ബന്ധപ്പെട്ടാണ് ഇത്രമാത്രം ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. കാരണം പോളണ്ട് ഈ നാറ്റോയുടെ പ്രധാനപ്പെട്ട ഒരു സഖ്യരാജ്യമാണ്, നാറ്റോ മെമ്പറാണ്. അപ്പോൾ ആദ്യ സമയത്ത് അത് ആർട്ടിക്കിൾ 4 എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചു. നാറ്റോയുടെ ആർട്ടിക്കിൾ 4 വ്യത്യാസമാണ്, ആർട്ടിക്കിൾ 5 സീരീസ് ആണ്. അപ്പോൾ ആർട്ടിക്കിൾ 4-നകത്ത് ഇത് ഡിസ്കസ് ചെയ്ത് തീർക്കാം റഷ്യയുമായിട്ട്. കാരണം നാറ്റോയുടെ ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ ഈ റഷ്യ നടത്തുന്ന ഈ ആക്രമണത്തിൻ്റെ സംഭവങ്ങൾ വന്ന് വീണു. അത് പോളണ്ടിനെതിരെ ഉപയോഗിച്ചു. ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രതികരണം വന്നിട്ടില്ല. കാരണം പ്രസിഡന്റ് ട്രംപ് ഇതിനെപ്പറ്റി രൂക്ഷമായ ഭാഷയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അമേരിക്കൻ സെനറ്റ് മെമ്പേഴ്സും മറ്റുള്ള ആൾക്കാരും ഉക്രൈന് കൂടുതൽ ആയുധം കൊടുക്കണം, അതായത് ലോങ് റേഞ്ച് ആയുധം ഉക്രൈന് കൊടുത്ത് അത് മോസ്കോ ഹിറ്റ് ചെയ്യുന്ന രീതിയിലാക്കണമെന്നുള്ള ആവശ്യം ഉയർന്നു. 2 രീതിയിലാണ് ഇതിൻ്റെ അകത്ത് വാറുമായിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യമായിട്ട് ഈ പറയുന്ന റഷ്യൻ സാധനങ്ങൾ, അതായത് മിസൈലും ഈ ഡ്രോൺസും ഉപയോഗിച്ചപ്പം അത് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന നാറ്റോ രാജ്യങ്ങൾ പെട്ടെന്ന് ഒന്നിച്ചു. അവരെന്ത് പാട്രിയോട്ടിക് മിസൈലും ആൻറ്റി എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചു. ഡച്ച് F-35 ഉപയോഗിച്ചു, ജർമ്മനി F-35 ഉപയോഗിച്ചു, ഇറ്റാലിയൻ പാട്രിയോട്ടിക് മിസൈൽസ് ആൻറ്റി എയർക്രാഫ്റ്റ് ഡിഫൻസ് സിസ്റ്റം അവർ ഉപയോഗിച്ചു. അപ്പം ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഈ രാജ്യങ്ങളെല്ലാം കരുതിയിരിക്കുകയാണ് ഏത് സമയത്തും ഇവർ റഷ്യക്കെതിരെ അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ടാണ് റഷ്യ പെട്ടെന്ന് ഈ രാജ്യങ്ങളോടും നാറ്റോയോടും ഒക്കെ പ്രഖ്യാപനം നടത്തിയത്. അവർക്ക് ടെക്നിക്കൽ ഫെയിലിയർ ഉണ്ടായത്, അതായത് ഈ ജാമർ വെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണെന്ന് പെട്ടെന്ന് റഷ്യൻ ഡിപ്ലോമാറ്റ്സും സീനിയർ ആയിട്ടുള്ള ഓഫീഷ്യൽസും ഇതിനെപ്പറ്റി പ്രതികരിച്ചു. കാരണം എന്താണെന്ന് റീസൺ ഉണ്ട്. കാരണം അവർ റഷ്യക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ അമേരിക്ക ഉൾപ്പെടെ ഒരുമിച്ച് അടിക്കുവാണെങ്കിൽ റഷ്യ തീർന്നു പോകും. കാരണം ഏറ്റവും കൂടുതൽ ഹിറ്റ് വരുന്ന മോസ്കോയിൽ. കാരണം അതിൻ്റെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ബേസുകളുണ്ട്. ഈ രാജ്യങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കും. കാരണം അവരുടെ ഒരു രാജ്യമായ യുക്രൈനെയാണ് കയറി അടിച്ചിരിക്കുന്നത്. അത് നാറ്റോയിലല്ല.
പക്ഷെ നാറ്റോ മെമ്പറായ പോളണ്ടിനെ അടിക്കാനുള്ള പോസിബിലിറ്റി നേരത്തെ ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതേപോലെ മിസൈലും ഒക്കെ വന്ന് വീണു. അന്ന് റഷ്യ പറഞ്ഞു അറിയാതെ വന്ന്, അന്ന് ബെലാറസിൽ നിന്നല്ല വന്ന്, ഈ പറയുന്ന റഷ്യ എന്നാണ് വന്നേ. അതിനുശേഷം ഡ്രോൺസ് വന്ന്, അതേപോലെ റെഡ് സീയിൽ ഈ കേബിൾസ് ഉണ്ട്. അപ്പോൾ അത് ഹിറ്റായി, അത് അന്തർവാഹിനികളുമായി ബന്ധപ്പെട്ട സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് മുറിച്ചു കളഞ്ഞു. അങ്ങനെ പിന്നെ പല ഇവരുടെ ഷിപ്പുകളും നേവൽ വെസൽസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഇടവന്നു. പക്ഷെ അത് പൂർണ്ണമായ രീതിയിൽ അറ്റാക്കിലോട്ട് പോയില്ല. പെട്ടെന്ന് റഷ്യൻ ഡിപ്ലോമസി ഈ രാജ്യങ്ങളുമായിട്ട് ഇടപെട്ടൊക്കെ സെറ്റിൽ ചെയ്തു. ഇപ്പോഴത്തെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ നാറ്റോയ്ക്ക് ഉണ്ടായത് റഷ്യ ഡെലിബറേറ്റ് ആയിട്ട് നാറ്റോ രാജ്യങ്ങളെ ചൊറിയാൻ പോകുന്നു എന്നുള്ള ധാരണയായി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യങ്ങളെല്ലാം കരുതിയിരിക്കുകയാണ്. ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും അതേപോലെ തന്നെ UK ആണെങ്കിലും ഏത് സന്ദർഭത്തിലും റഷ്യയെ കയറി അറ്റാക്ക് ചെയ്യാനിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന മിസൈലുകൾ, ഈ ഡ്രോൺസ് അവരുടെ ലൈൻ അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പം ഇവർ കയറി ഹിറ്റായത്. ഇതാണ് അതിൻ്റെ കാര്യം. കാരണം അവർ നോക്കിയിരിക്കുക. ഇതിനകത്ത് ആകെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, എന്തെങ്കിലും ഒരു ഫർദർ പാർക്ക് ഉണ്ടാവുകയാണെങ്കിൽ മോസ്കോയിൽ ഹിറ്റ് ചെയ്യും. അതുമല്ല, ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഉക്രൈന് ശരിക്കും ആയുധങ്ങൾ കൊടുക്കുന്നുമുണ്ട്. അതായത് പുടിൻ എന്ന് പറയുന്നയാൾ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്ത്യ പോലും ഈ പറയുന്ന SCO മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഈ റഷ്യയുമായിട്ട് പഴയ ബന്ധം കാരണം ഭയന്നിട്ട് പോയിട്ടില്ല എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്ന അടിസ്ഥാനപരമായിട്ട് കള്ളവ. ഇന്ത്യക്ക് പിടികിട്ടി. ഫർദറായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക, ഇന്ത്യ പൂർണ്ണമായിട്ട് ഒറ്റപ്പെടുത്തും. അതതിൻ്റെ കാര്യം. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ്, ഇന്ത്യൻ പോളിസി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇതിനെപ്പറ്റി ഒരു അക്ഷരം വന്നിട്ട് ഇത് നടന്ന് 2 ദിവസമായി. കാരണം നാറ്റോ രാജ്യങ്ങളൊക്കെ വളരെ ശക്തമായ രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് റഷ്യ അട്ടിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. ജർമ്മൻ ഡിഫൻസ് മിനിസ്റ്റർ പിസ്റ്ററോസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞിരിക്കുന്നത് ഡെലിബറേറ്റ് ആയിട്ട് റഷ്യ ചെയ്തതാണ് ഈ സംഭവം. ഇനി ഫർദർ ഞങ്ങൾ നോക്കിയിരിക്കുകയില്ല. അതേപോലെ ഫ്രഞ്ച് ഗവൺമെൻറ് അവിടുത്തെ ആശുപത്രികൾക്ക് വാൺ ചെയ്തിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം ഇൻജേർഡ് ആയിട്ടുള്ള ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. ആശുപത്രികൾ കാലിയാക്കിയിടുക. UK ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്. അതായത് അവരൊരു പ്രിപ്പറേഷൻ്റെ പാതയിലോട്ട് പോവുകയാണ്. ഇത് ചെറിയ ഗെയിമല്ല, ഈ ഖത്തറിലിട്ട ഗെയിമൊന്നുമല്ല. ഈ രാജ്യങ്ങളെല്ലാം കൂടെ റഷ്യയായിട്ട് അടിക്കുമ്പോൾ ചൈന നിഷ്പക്ഷമായിട്ടൊക്കെ നിൽക്കും. ചൈന നോക്കിയിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്, ഈ റഷ്യ തീർന്നു കഴിഞ്ഞാൽ അവർ സെക്കൻഡ് പൊസിഷനിലോട്ട് വരണം. ഇതാണ് സംഭവം. റഷ്യക്ക് ചുറ്റും ഇപ്പം ശത്രുക്കളാണ്. റഷ്യ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിനേക്കാളും ഈ പറയുന്ന റഷ്യയുടെ പഴയ അലയൻസ് പാർട്ട്നേഴ്സിന് താല്പര്യം ചൈനയായിട്ടാണ്. ഈ ഉക്രൈൻ റഷ്യ വാറുമായി ബന്ധപ്പെട്ട റഷ്യ ഒറ്റപ്പെട്ടതാണ് ഈ രാജ്യങ്ങൾക്കെല്ലാം പ്രശ്നമായത്. അതുകൊണ്ട് ഈ രാജ്യങ്ങൾ പലരും ഈ നാറ്റോയിലും അവിടെയൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടിരിക്കുകയാണ്. കാരണം ഫർദർ ഇനി അവർക്ക് റഷ്യയുമായിട്ട് പോകാൻ പറ്റത്തില്ല എന്ന ധാരണയിലായി. കാരണം അർമേനിയ ആണെങ്കിലും പല രാജ്യങ്ങളിലൊക്കെ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ടിരുന്ന റഷ്യൻ പട്ടാളക്കാർ, അവരെ മുഴുവൻ റഷ്യ പിൻവലിച്ചു. അപ്പം ഇവരുമായിട്ടൊന്നും പഴയ ബന്ധത്തിലല്ല റഷ്യ, എല്ലാവരുമായിട്ട് ഉടക്കിലായി. അതിൻ്റെ കൂടെ ഈ നാറ്റോ രാജ്യങ്ങളും അമേരിക്കയായിട്ട് ഉടക്കി വന്നു കഴിഞ്ഞാൽ ഈ റഷ്യ ഉക്രൈൻ വാർ ഫർദർ എസ്കലേറ്റ് ചെയ്ത് ഇത് 3-ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ പോകുന്നത്. ചുമ്മാ പറയുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യ പഴയ അത്ര സ്ട്രെങ്ത് അല്ല ഇപ്പോഴും. അവർക്കൊരു വാറുമായി കയറി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ അതേ സ്ട്രെങ്ത് ഇല്ല പലയിടത്തും. കാരണം അവർ ഇഷ്ടംപോലെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അവർ വെപ്പൺസ് ഇപ്പം മേടിക്കുന്നത്, അതായത് അവരെ സഹായിക്കുന്ന ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ വെപ്പൺസ് ഉപയോഗിക്കുന്നത്. പട്ടാളക്കാരായിട്ട് അവർ ഹയർ ചെയ്തിരിക്കുന്നത് നോർത്ത് കൊറിയ എന്ന ഒരു രാജ്യത്തിൻ്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ടും ഈ പുടിൻ ഇങ്ങനെ വാർ നടത്തുകയാണ്. അപ്പം ആ സന്ദർഭത്തിലാണ് ഞാനും പല ആവർത്തി പറഞ്ഞ് ഇനി നമ്മൾ ഈ റഷ്യയുമായിട്ട് ആ പറയുന്നൊരു ബന്ധത്തിലോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എല്ലാ രാജ്യങ്ങളും റഷ്യക്കെതിരായി. കാരണം ഇത്രയും വാർ നടത്തി ഇത്രയും ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പം അതിനകത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വലിയ മാറ്റമുണ്ടായി. ഇപ്പോൾ പറയാൻ പോകുന്നൊരു കാരണം എന്ന് പറയുന്നത്, മിക്കവാറും വീണ്ടും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞ് ഈ രാജ്യങ്ങളെല്ലാം കൊണ്ട് മോസ്കോയെ കൊണ്ട് ബോംബ് ചെയ്യും. അമേരിക്കൻ ചിലപ്പം ഡയറക്റ്റ് ഈ രാജ്യങ്ങൾ ഇടപെടുവാണെങ്കിൽ
ഞാൻ പറയുന്നത് ഡയറക്റ്റ് ഈ നാറ്റോ രാജ്യങ്ങളോ അമേരിക്ക ഇടപെടുവാണെങ്കിൽ റഷ്യ ഇവരങ്ങ് തീർക്കും. ചിലപ്പോൾ അതോടുകൂടി പുട്ടിൻ്റെ കഥയും കഴിയും. അപ്പം നോക്കിക്കാണുന്നത് പിന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡ് എങ്ങോട്ടാണെന്നുള്ളതാണ്. അവിടെയാണ് ഇന്ത്യൻ ഡിപ്ലോമസി വരാനുള്ള ദിവസങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങൾ, അതായത് ഗ്ലോബലായിട്ടുള്ള മൂവ്മെൻറ്റ്, ഇന്ത്യൻ ഡിപ്ലോമസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വരാനുള്ള ദിവസങ്ങളൊക്കെയാണ് ഏത് രീതിയിലാണ് ഈ പറഞ്ഞ റഷ്യ ഉക്രൈൻ വാറിൻ്റെ ഫർദർ എസ്കലേഷൻ